ഹലോ, എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ അപ്പെക്സ് ബാങ്കിൻ്റെ നമ്മുടെ CSEB സാധാരണ ചോദിക്കാറുള്ള കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള ആ ഒരു പോർഷൻസ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതിയാവും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: The basic objective of cost accounting is, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക: ടാക്സ് കംപ്ലൈൻസ്, ഫിനാൻഷ്യൽ ഓഡിറ്റ്, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, പ്രോഫിറ്റ് അനാലിസിസ്. അപ്പോൾ മെയിനായിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് അസർട്ടൈൻമെൻ്റ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് അസർട്ടൈൻമെൻറ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് എവരി ജോബ്, ഓർഡർ, പ്രോഡക്റ്റ്, പ്രോസസ്, സർവീസസ് എന്നിവിടങ്ങളിൽ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രോസസ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓയിൽ റിഫൈനിങ് ഫേംസ് ആണ്. തന്നിരിക്കുന്നതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഓയിൽ റിഫൈനിങ് ഫേംസ് ആണ്. റിഫൈനിങ് ഫേംസിനാണ്. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് ഹോമോജീനിയസ് പ്രോഡക്ട്സ് വേർ ദ പ്രൊഡക്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫ്ലോ. അപ്പോൾ ഏത് ഇൻഡസ്ട്രീസ് ആണോ ഹോമോജീനിയസ് മീൻസ് ഒരേ രീതിയിലുള്ള പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അവിടെ അത് മാത്രമല്ല പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേപോലുള്ള ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും അവിടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിലുമാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ് ഇൻവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഡൺ ഇൻ തന്നിരിക്കുന്നതിലാണ് സെവറൽ വേസ് ആണ്. അതായത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഉണ്ട്, വാരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ആൻഡ് റിസ്ക്, സങ്ക് കോസ്റ്റ്, അങ്ങനെ തുടങ്ങിയുള്ള വിവിധ കോസ്റ്റുകളുണ്ട്. ചില കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ആ രീതിയിലും ഇതുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ദ കോസ്റ്റ് which is to be incurred even when business unit is closed is a. The cost which is to be incurred even when a business. അപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റ് ക്ലോസ് ചെയ്തെങ്കിലും അവിടെ ഇൻകർ ആകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഇൻകർ ആകുന്ന കോസ്റ്റാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ്: ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് കോസ്റ്റ് അക്കോർഡിംഗ് ടു സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ചില കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിന് എന്തിനാണ് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ ക്ലാസിഫിക്കേഷൻ എന്നാണ്. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് കോസ്റ്റ് അക്കോർഡിംഗ് ടു സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Which of the following is an example of semi-variable cost? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഈ സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ സെമി വാരിയബിൾ കോസ്റ്റ് ഓൾസോ നോൺ ആസ് സെമി ഫിക്സഡ് കോസ്റ്റ് ഓർ മിക്സഡ് കോസ്റ്റ്. സെമി വാരിയബിൾ കോസ്റ്റിന് നമ്മൾ എന്ത് പറയും? സെമി ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ മിക്സഡ് കോസ്റ്റ് എന്ന് പറയും. is a cost composed of mixture of both fixed and variable components. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും അതിൻ്റെ രണ്ടിൻ്റെയും മിക്സിങ്ങിനെയാണ് നമ്മൾ സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് കോസ്റ്റിൻ്റെയും വാരിയബിൾ കോസ്റ്റിൻ്റെയും കോമ്പോണൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതിലുള്ള തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഏതാണ്? ടെലിഫോൺ എക്സ്പെൻസസ് ആണ് നമ്മൾ സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ സെമി ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ മിക്സഡ് കോസ്റ്റ് എന്നും കൂടി പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫയർ ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് ക്യാൻ ബി അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഫയർ ഇൻഷുറൻസ് ക്യാൻ ബി അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഏതിൻ്റെ ബേസിലാണ്? വാല്യൂസ് ഓഫ് സ്റ്റോക്ക് ആണ്. വാല്യൂസ് ഓഫ് സ്റ്റോക്കിൻ്റെ ബേസിലാണ് നമ്മൾ അതിനെ അപ്പോർഷൻഡ് ചെയ്യുക.
A value stock is a stock that trades a lower price relative to fundamentals such as dividend, earnings, sales, making it appealing to the value of invest. അപ്പോൾ ഈ വാല്യൂ സ്റ്റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ട്രേഡ്സ് അറ്റ് എ ലോവർ പ്രൈസ്, അതായത് ലോവർ പ്രൈസിന് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെയാണ് നമ്മൾ വാല്യൂ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിനേക്കാളും ഡിവിഡൻറ്റിനേക്കാളും ഏർണിങ്സിനേക്കാളും അതിനൊക്കെ അപേക്ഷിച്ചിട്ട് ലോവർ പ്രൈസിന് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെയാണ് നമ്മൾ വാല്യൂ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് വെൻ. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് വെൻ എപ്പോഴാണ്? പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസ്. പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസ് ചെയ്യുമ്പോഴാണ്, പ്രൊഡക്ഷൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം, ഫിക്സഡ് കോസ്റ്റ് യൂണിറ്റ് ഇൻക്രീസസ് വെൻ ദ പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസസ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ദ സെയിം വിത്തിൻ ദ റെലവൻറ്റ് റേഞ്ച്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ വോളിയം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുകയും ചെയ്യും. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്, പ്രൊഡക്ഷൻ വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും പ്രൊഡക്ഷൻ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും ചെയ്യും. However, fixed cost per unit decreases and production increases because the same fixed cost is spread more over unit. കാരണം എന്തുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവാൻ കാരണം, അതായത് ഇതെന്താണ്, മോർ യൂണിറ്റിലേക്ക് വ്യാപിച്ച് കിടക്കുന്നതായതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡിൽ കപ്പാസിറ്റി ഓഫ് പ്ലാന്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. ഐഡിൽ കപ്പാസിറ്റി ഓഫ് പ്ലാന്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. ഐഡിയൽ കപ്പാസിറ്റി എന്താണ് ആൻസർ, അതായത് മാക്സിമം കപ്പാസിറ്റിയും ആക്ച്വൽ കപ്പാസിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. മാക്സിമം കപ്പാസിറ്റിയും ആക്ച്വൽ കപ്പാസിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഐഡിയൽ കപ്പാസിറ്റി ഈസ് ദ റിമൈനിങ് എമൗണ്ട് ഓഫ് കപ്പാസിറ്റി ലെഫ്റ്റ് ഇൻ എ കമ്പനി ആഫ്റ്റർ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഹാസ് ബീൻ എലിമിനേറ്റഡ് ഫോർ ദ കൺസിഡറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേബർ കോസ്റ്റ് ഇസ് ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഡാഷ്. ലേബർ കോസ്റ്റ് ഈസ് ദി സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മേജറായിട്ടുള്ള ഒരു എലമെൻറ്റാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സെക്കൻഡ് എലമെൻറ്റ് ഓഫ് കോസ്റ്റിൻ്റെ സെക്കൻഡ് എലമെൻറ്റാണ് ലേബർ കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോസ് വിച്ച് അറൈസ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹറൻറ്റ് നാച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ്. ദ ലോസ് വിച്ച് അറൈസ് ഇൻ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി, അതായത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയിൽ ലോസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹറൻറ്റ് നാച്ചർ ഓഫ് പ്രൊഡക്റ്റ് ഈസ്, അതായത് പ്രൊഡക്റ്റിൻ്റെ ഇൻഹറൻറ്റ് നാച്ചർ കൊണ്ട് ഉണ്ടാകുന്ന ലോസുകളാണ് എന്താണ്? നോർമൽ ലോസ് മീൻസ് ദ ലോസ് വിച്ച് ഈസ് ഇൻഹറൻറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് operations can be expected or anticipated in advance. Next question, generally types of stores are classified into. Types of store എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 3 types ആണ്. Next question, in order to avoid stoppage of production due to shortage of material, അതായത് ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള ആൻസർ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, the minimum level of stock is a certain predetermined minimum quantities of raw material or merchandise inventory which should be always available stock in the normal course of business. അപ്പോൾ ഒരു ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അതാണ് ക്വാണ്ടിറ്റീസ് ആണ് അല്ലെങ്കിൽ സ്റ്റോക്കാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവലിനേക്കാളും താഴെയാണ് പോകുന്നതെങ്കിൽ, സ്റ്റോക്ക് മിനിമം ലെവലിനേക്കാളും താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചർ ലെവലാണ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകേണ്ട സ്റ്റോക്കാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്താണ്? മാക്സിമം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിട്ട് കിടക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് സ്റ്റോക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ ആയിട്ട് മാറും. അപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കണം, അതിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ ലെവലാണ്. സോ മിനിമം സ്റ്റോക്ക് ലെവൽ എപ്പോഴും ഒരു ബിസിനസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഡിസ്കാർഡഡ് മെറ്റീരിയൽ സബ്സ്റ്റൻസസ് ഹാവിങ് സം വാല്യൂ ഇസ് ഡാഷ്. ഡിസ്കാർഡഡ് മെറ്റീരിയൽ
എന്തിനാണ് ഇറ്റ് റെപ്രസെൻറ്റ് ദ ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് എന്താ ഡിസ്കാർഡഡ് മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് റിമാൻസ് ആൻഡ് മെറ്റീരിയൽസ് ലെഫ്റ്റ് ഫ്രം സെർട്ടൻ ഓഫ് മാനുഫാക്ചർ. ഇറ്റ്സ് എ മെറ്റീരിയൽ ലോസ്. അതായത് നമ്മൾ ഈ എന്താണ് മാനുഫാക്ചറൊക്കെ ചെയ്യുമ്പോൾ ചില മെറ്റീരിയൽസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക മീൻസ് നമ്മൾ യൂസ് ചെയ്തിട്ട് കളഞ്ഞതോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് കിട്ടുന്ന എന്താണ് വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. സ്ക്രാപ്പ് വാല്യൂ അതായത് ഡിസ്കാർഡഡ് മെറ്റീരിയൽസ് ആൻഡ് സബ്സ്റ്റൻസസ്. നെക്സ്റ്റ് ആണ് വെയർഹൗസ് റെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. വെയർഹൗസ് റെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് പറയും. അപ്പോൾ എന്താ ഈ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ് എ കോസ്റ്റ് ഇൻകേർഡ് ടു ഡെലിവർ ദ പ്രോഡക്റ്റ് ഫ്രം ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ടു ദി എൻഡ് യൂസർ. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് എൻഡ് യൂസറിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവാകുന്ന അതിലൊരു കോസ്റ്റാണ് എന്താണ് വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ചിലവാകും നമ്മൾ വെയർ ഹൗസ് കോസ്റ്റിംഗ് വരും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും, ലോജിസ്റ്റിക്സ് കോസ്റ്റ് അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ വരും. അപ്പോൾ അതിൽ ഒന്ന് ഇൻക്ലൂഡ് ആകുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് അല്ലെങ്കിൽ വെയർ ഹൗസ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഈസ് ക്ലാസിഫൈഡ് ആസ്. ഇൻഡയറക്റ്റ് മെറ്റീരിയലിന് അതായത് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയലിന് നമ്മൾ എവിടെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഫാക്ടറി ഓവർ ഹെഡിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് എന്താണ് ഈ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ബട്ട് ആർ നോട്ട് ഡയറക്ട്ലി ട്രേസബിൾ ടു ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ഡയറക്ട്ലി ട്രേസബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തവയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഓൾസോ നോൺ ആസ്. ഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ ചാർജബിൾ എക്സ്പെൻസസ് എന്നാണ് വിളിക്കുക. ഓക്കെ, but chargeable expenses are any cost in your agency or client agreed to reimburse you. This will be usually invoiced to the umbrella company and may require expenses form signed by clients to support the claim. സോ ഇന്നത്തെ ക്ലാസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കണമെന്നില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയേണ്ടതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഇത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കണ്ട. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട. സോ മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.